In this session, we will discuss perspective projection of some simple solids. First of all, let me tell you what is perspective projection. Perspective projection is a three-dimensional method of projection. Actually, this is the projection of a solid exactly as it would appear to human eye. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ സോളിഡിനെ പ്രൊജക്റ്റ് ചെയ്യുകയാണ് ഈ പ്രൊജക്ഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ കാണുക എന്ന് പറയുമ്പോൾ ദർ ഈസ് ആക്ച്വലി എ നാരോയിങ് ഇഫക്റ്റ് വെൻ ദ ഡിസ്റ്റൻസ് ഫ്രം ദി ഓബ്ജക്റ്റ് ഇൻക്രീസസ്. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് സാധാരണഗതിയിൽ നമ്മളുടെ ഒരു ഡിസ്റ്റൻറ്റ് വിഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ അടുത്ത് കാണുന്ന ഓബ്ജക്ട്സൊക്കെ വളരെ വലുതും വൈഡറായിട്ട് കാണുന്നു. ആൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് നമുക്ക് കാണാൻ കഴിയുന്ന പരിധിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിഷന് ഒരു നാരോയിങ് ഇഫക്റ്റ് ഉണ്ടാകും. സോ ദ ഡിസ്റ്റൻറ്റ് ഓബ്ജക്ട്സ് വിൽ ലുക്ക് സ്മോളർ. സോ നമ്മുടെ ഓബ്ജക്റ്റിൻ്റെ ഡയമെൻഷനും അതുപോലെ ചെറുതാകുന്ന ഒരു പ്രവണതയുണ്ട് ഈ പ്രൊജക്ഷൻ മെത്തേഡിലൂടെ ചെയ്യുമ്പോൾ. ഇൻ ആക്ച്വൽ പ്രാക്ടീസിൽ സോളിഡിൻ്റെ ഡയമെൻഷൻസിന് ഡിസ്റ്റോർഷൻ സംഭവിക്കുന്നില്ല എങ്കിലും ഇവിടെ ഡയമെൻഷണൽ വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു വിഷൻ ചെറുതാകുന്നത്, സോ അടുത്തുള്ള ഓബ്ജക്ട്സ് വലുതായിട്ടും ഫാർദർ ഓബ്ജക്ട്സ് ചെറുതായിട്ടും കാണുന്ന, സോ ഹ്യൂമൻ ഐയുടെ എക്സാക്ട്ലി അതുപോലെയുള്ള ആ ഒരു കാപ്പബിലിറ്റി ഓർ ദ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അത് ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ഷൻ മെത്തേഡാണിത്. അപ്പോൾ ഇതിൽ എസെൻഷ്യലി നമുക്ക് വരച്ച് ചേർക്കേണ്ടതും കൺസിഡർ ചെയ്യേണ്ടതുമായിട്ടുള്ള റെഫറൻസ് പ്ലെയിൻസ് ആദ്യം പറയുന്നു. സോ വി ഹാവ് എ ഗ്രൗണ്ട് പ്ലെയിൻ. സി ദിസ്, വി ഹാവ് എ ഗ്രൗണ്ട് പ്ലെയിൻ ഓൺ വിച്ച് ദി ഓബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ആൻഡ് ഒബ്സർവർ പൊസിഷൻ ഈസ് ഓൾസോ ഈസ് ഗിവൺ വിത്ത് റെഫറൻസ് ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ. സോ ഗ്രൗണ്ടിൽ ഒബ്സർവറും ഉണ്ട്, അതുപോലെ ഓബ്ജക്റ്റും പ്ലേസ് ചെയ്തിട്ടുണ്ട്. So the observer is looking at the object. Now in between നമുക്ക് ഇതുപോലെ ഒരു പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ കിട്ടുന്ന ഒരു റെഫറൻസ് പ്ലെയിൻ ഉണ്ട്. എ സ്പെഷ്യൽ വെർട്ടിക്കൽ റെഫറൻസ് പ്ലെയിൻ കോൾഡ് പിക്ചർ പ്ലെയിൻ. സോ ഈ പിക്ചർ പ്ലെയിനിലാണ് പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദ സോളിഡ് ഫോം ചെയ്യുന്നത്. എപ്പോഴും ഓബ്ജക്റ്റ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ കിട്ടുന്ന ഈ പ്ലെയിൻ, അതായത് പിക്ചർ പ്ലെയിനിന് പുറകിലാകണമെന്നില്ല, ഇവിടെ അങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഓബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. പിക്ചർ പ്ലെയിൻ റെപ്രസെൻറ്റഡ് ബൈ പി പി. സോ ഓബ്ജക്റ്റ് പിക്ചർ പ്ലെയിനിൻ്റെ മുമ്പിലും ആകാം. സോ ഇവിടെ സ്റ്റേഷൻ പോയിൻറ്റ് ഓർ ഒബ്സർവറുടെ ഐയുടെ പൊസിഷൻ, ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് റെഫറൻസ് ഇൻ പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ. Station point is actually representing the position of the eye of the observer. We will come to the dimensions later. So observer is here, this is the picture plane, and the object is kept behind the picture plane. അത് മുമ്പിലേക്കും വരാം. Or even some portion of the object may be contained by the picture plane also. For example, ഇതിലേതെങ്കിലും സോളിഡിൻ്റെ ഏതെങ്കിലും എഡ്ജ് പിക്ചർ പ്ലെയിനിൽ ലൈ ചെയ്യുന്ന അവസ്ഥയും വരാം. അല്ലെങ്കിൽ ഒരു സർഫസ് പിക്ചർ പ്ലെയിനിലിരിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വന്നേക്കാം. ഇവിടെ ഗ്രൗണ്ട് പ്ലെയിനിൽ ഓബ്ജക്റ്റും ഒബ്സർവറുടെയും പൊസിഷനുണ്ട്. പിക്ചർ പ്ലെയിൻ ഈസ് നൗ ഇൻ ബിറ്റ്വീൻ. ഒബ്സർവർ ഓബ്ജക്റ്റിനെ നോക്കുന്നു. ഒബ്സർവറുടെ ഐയിൽ നിന്ന് വരുന്ന വിഷ്വൽ റേസ് ആണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് പിക്ചർ പ്ലെയിനിലൂടെ പാസ് ചെയ്ത് പോകുന്നു. സോ പിക്ചർ പ്ലെയിനിലൂടെ പോകുന്ന ഈ വിഷ്വൽ റേസിൻ്റെ ഓബ്ജക്റ്റിൻ്റെ 5 കോർണേഴ്സ്, ഫോർ ദ സേക്ക് ഓഫ് സിംപ്ലിസിറ്റി വി ഹാവ് കൺസിഡേർഡ് 1 സ്ക്വയർ പിരമിഡ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് 5 കോർണേഴ്സ്. ദ ബേസ് കോർണേഴ്സ് A, B, C, D and the apex O. And the center of the base is, let us say, O1. So the corners are 5 in number. So ഈ 5 കോർണേഴ്സിലേക്ക് ഒബ്സർവറുടെ കണ്ണുകളിൽ നിന്നുള്ള വിഷ്വൽ റേസ് ആണ് ഇതെന്ന് കൺസിഡർ ചെയ്യുക. ആ വിഷ്വൽ റേസ് ഈ ഓബ്ജക്റ്റിൻ്റെ കോർണേഴ്സിൽ എത്തുമ്പോൾ ആ വിഷ്വൽ റേസ്
ഈ പിക്ചർ പ്ലെയിനിൽ ഇവിടെ കടന്നു പോകുന്ന പെനട്രേറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റുകൾ, സ്ട്രൈക്ക് ചെയ്യുന്ന ആ പോയിൻറ്റ്സുകളാണ് നമ്മൾ കണക്റ്റ് ചെയ്ത് പെർസ്പെക്റ്റീവ് വ്യൂ ഫോർമേഷൻ ഉപയോഗിക്കുന്നത്. സോ വിഷ്വൽ റേസ് ഈ പിക്ചർ പ്ലെയിനിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിലൂടെ കടന്നു പോകുമ്പം ഉണ്ടാകുന്ന ആ പോയിൻ്റ് ഓഫ് പെനട്രേഷൻ, അതാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എ, ബി, സി, ഡി ആൻഡ് ഒ. സോ അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഓഫ് ദിസ് സോളിഡ്. ഇവിടെ സോളിഡ് പിക്ചർ പ്ലെയിനിന് പുറകിലായതുകൊണ്ട് പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് സ്മോളറാണ്. ഇവിടെ ഓബ്ജക്റ്റിൻ്റെ എല്ലാ കോർണേഴ്സിൽ നിന്ന് പോകുന്ന വിഷ്വൽ റേസ് കൺവേർജസ് ടു ദ സ്റ്റേഷൻ പോയിൻറ്റ് ഓർ ദി പൊസിഷൻ ഓഫ് ദി ഐ ഓഫ് ദി ഒബ്സർവർ എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഓബ്ജക്റ്റ് പിക്ചർ പ്ലെയിനിന് മുമ്പിലായിരുന്നെങ്കിൽ ദെൻ ഇത് ഒരു വിഷ്വൽ റേസ് ഓബ്ജക്റ്റിൻ്റെ കോർണേഴ്സിലൂടെ പോയി പിക്ചർ പ്ലെയിനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ദെൻ ദ ഇമേജ് ഫോംഡ് ഓർ ദ പെർസ്പെക്റ്റീവ് വ്യൂ ഫോംഡ് ഓൺ ദ പിക്ചർ പ്ലെയിൻ വുഡ് ഹാവ് ബീൻ ബിഗർ ദാൻ ദ ഒറിജിനൽ ഓബ്ജക്റ്റ്. അപ്പം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം, പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദി ഓബ്ജക്റ്റ് വിൽ ബി ബിഗർ when the object is kept in front of the picture plane. When the object is behind the picture plane, the perspective view will be smaller. ഇനി ഏതെങ്കിലും ഒരു എഡ്ജോ ഫേസോ ഈ പിക്ചർ പ്ലെയിനിലേക്ക് വരികയാണെങ്കിൽ സോളിഡിൻ്റെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു എഡ്ജ് ട്രൂ ലെങ്ത്തിൽ അവൈലബിൾ ആയിരിക്കും പെർസ്പെക്റ്റീവ് വ്യൂവിൽ. ഒരു ഫേസാണ് പിക്ചർ പ്ലെയിനിൽ ലൈ ചെയ്യുന്നതെങ്കിൽ ആ ഫേസ് ട്രൂ ഷേപ്പിൽ തന്നെ ഒബ്സർവർക്ക് കാണാൻ കഴിയും എന്നുള്ള വസ്തുതയും പ്രത്യേകം നോട്ട് ചെയ്യണം. തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ് യൂഷ്വലി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡിൽ ദർ ഈസ് എ സെപ്പറേറ്റ് ഗ്രൗണ്ട് പ്ലെയിൻ. സോ ഗ്രൗണ്ട് പ്ലെയിൻ റെപ്രസെൻറ്റഡ് ബൈ GP അതർ ദാൻ HP ആൻഡ് VP. ഇവിടെ ഇപ്പോൾ HP എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അവർ യൂഷ്വൽ ഹൊറിസോണ്ടൽ റെഫറൻസ് പ്ലെയിൻ ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ല. ദിസ് ഈസ് കോൾഡ് horizon plane. See, horizon plane, it's like our horizontal reference plane, but not exactly our plane of projection used in orthographic projection. So this is a horizon plane. Horizon plane എന്ന് പറയുമ്പോൾ ഒബ്സർവറുടെ ഐയുടെ പൊസിഷൻ, അതായത് സ്റ്റേഷൻ പോയിൻറ്റ്, അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഹൊറൈസൺ പ്ലെയിൻ represented by HP. ആൻഡ് ഇവിടെ ഒബ്സർവറുടെ ഐയുടെ പൊസിഷൻ അത് സ്റ്റേഷൻ പോയിൻ്റാന്ന് ഓൾറെഡി പറഞ്ഞു. അതിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടി വരും പെർസ്പെക്റ്റീവ് വ്യൂ ഓഫ് ദ സോളിഡ് വരയ്ക്കുമ്പോൾ. സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ റെപ്രസെൻറ്റഡ് ബൈ S ആൻഡ് ഇറ്റ്സ് ഫ്രണ്ട് വ്യൂ റെപ്രസെൻറ്റഡ് ബൈ S'. See, there is a line denoted by HL here, horizon line. See, horizon line, see, that is actually the intersection of this horizon plane and picture plane. And there is another plane called central plane, that is a vertical plane, and it is perpendicular to both picture plane and the ground plane. So central plane in the importance, or it is denoted by CP. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ HP-യുടെ ലെവൽ പറഞ്ഞതുപോലെ HP horizon plane that is in level with the station point S. അതുപോലെ തന്നെ the CP is the central plane that contains the station point, and that plane is perpendicular to both the picture plane and the ground plane. അപ്പോൾ മെയിൻ റെഫറൻസ് പ്ലെയിൻസ് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷനിൽ വരയ്ക്കുമ്പോൾ ആദ്യം പറയുന്നത് PP-യും അതിലാണ് പെർസ്പെക്റ്റീവ് വ്യൂ ഫോം ചെയ്യുന്നത്. പിന്നെ GP നമ്മൾ കാണിക്കും. അത് കഴിഞ്ഞ് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ആൻഡ് സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും കണ്ടെയ്ൻ ചെയ്യുന്നത് ഈ സെൻട്രൽ പ്ലെയിനിലാണ്. സ്റ്റേഷൻ പോയിൻറ്റിലൂടെ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലൂടെ വരയ്ക്കുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈൻ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൊറൈസൺ ലൈനാണ്. ആൻഡ് ദെയർ ആഫ്റ്റർ വി വിൽ ഡ്രോ ദ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ ഓഫ് ദ സോളിഡ്. അത് കഴിഞ്ഞ് PP-യെ, അതായത് പിക്ചർ പ്ലെയിനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ഉണ്ടാകും നമ്മൾ വരയ്ക്കുമ്പോൾ. അതിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വിഷ്വൽ റേസിൻ്റെ
വിഷ്വൽ റേസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ജോയിൻ ചെയ്തായിരിക്കും അതിൻ്റെ റെഫറൻസ് എടുത്തുകൊണ്ടായിരിക്കും നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ ഫോം ചെയ്യുന്നത്. സോ ആ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ വി വിൽ ഡിസ്കസ് നെക്സ്റ്റ്. അതിനു മുമ്പായിട്ട് സോളിഡിൻ്റെ ഡയമെൻഷൻസ് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ, ഇതൊരു സിമ്പിൾ സോളിഡാണ്, സ്ക്വയർ പിരമിഡ്. അതിൻ്റെ ബേസ് എഡ്ജ് 30 mm ആൻഡ് ഹൈറ്റ് ഈസ് 50 mm ആൻഡ് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ ദ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് ഇറ്റ്സ് ആക്സിസ് ഈസ് അറ്റ് സം ഡിസ്റ്റൻസ് ബിഹൈൻഡ് ദ പിക്ചർ പ്ലെയിൻ. അത് മാത്രമല്ല, സെൻട്രൽ പ്ലെയിനിൽ നിന്ന് എത്ര അകലെയാണ് ഇതിൻ്റെ ആക്സിസ് സോളിഡ് ഇരിക്കുന്നതെന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സോളിഡ് ഗ്രൗണ്ട് പ്ലെയിനിൽ റെസ്റ്റ് ചെയ്യുന്നത് കാരണം ദ ആക്സിസ് ഈസ് വെർട്ടിക്കൽ. സോ ടോപ്പ് വ്യൂവിൽ ഈ സ്ക്വയർ പിരമിഡ് കാണുന്നത് ഒരു സ്ക്വയർ ആയിട്ടാണ്. ഫ്രണ്ട് വ്യൂവിൽ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് പെർസ്പെക്റ്റീവ് വ്യൂ നൗ, ഫ്രണ്ട് വ്യൂ, സോ ദാറ്റ് വിൽ ബി എ ട്രയാങ്കിൾ. സോ ഈ ട്രയാങ്കുലർ ഫേസ് ആയിരിക്കും നമ്മൾ കാണുന്നത് OAB. ആൻഡ് ടോപ്പ് വ്യൂവിൽ ആ സ്ക്വയർ ബേസ് ആയിരിക്കും കാണുന്നത് ആൻഡ് ഓൾ ദ ലാറ്ററൽ എഡ്ജസ് വിൽ ബി സീൻ. ജോമെട്രിക് സെൻറ്റർ ആയിട്ട് വരുന്ന O1 എന്ന് പറയുന്നത് അപ്പെക്സിനെ റെപ്രസെൻറ്റ് ചെയ്യും. ബിക്കോസ് O1 ദാറ്റ് ഈസ് ദി ആക്സിസ്, O ഈസ് ദ അപ്പെക്സ്, O1 ഈസ് ദ സെൻറ്റർ ഓഫ് ദ ബേസ്. അതവിടെ മാർക്ക് ചെയ്തിട്ടില്ല. O1 വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട് പ്ലെയിൻ. സോ ടോപ്പ് വ്യൂ എന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂവിൽ കിട്ടുന്നത് ഒരു സ്ക്വയറും അതിൻ്റെ ഡയഗണൽസ് റെപ്രസെൻറ്റിങ് the portions of lateral edges OA, OB, OC, OD. So top view and front view നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതും പിന്നെ പിക്ചർ പ്ലെയിനിൻ്റെ പൊസിഷനും കൂടെ വരച്ചിട്ടായിരിക്കും, റെഫറൻസ് എടുത്തായിരിക്കും നമ്മൾ പെർസ്പെക്റ്റീവ് വ്യൂ കംപ്ലീറ്റ് ചെയ്യുക. സോ ഏത് പെർസ്പെക്റ്റീവ് വ്യൂ വരയ്ക്കുന്ന ചോദ്യത്തിലായാലും നമുക്ക് പിക്ചർ പ്ലെയിൻ ലൊക്കേഷൻ, ഗ്രൗണ്ട് പ്ലെയിൻ ലൊക്കേഷൻ, പിക്ചർ പ്ലെയിനിൻ്റെ ടോപ്പ് വ്യൂ ആണ് ഒരു ലൈനായിട്ട് വരയ്ക്കുന്നത്. ഗ്രൗണ്ട് പ്ലെയിനിൻ്റെ ഫ്രണ്ട് വ്യൂ അതാണ് ഒരു ലൈനായിട്ട് വരയ്ക്കുന്നത്. ദെൻ സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ ടോപ്പ് വ്യൂ S, ഫ്രണ്ട് വ്യൂ S', അത് മാർക്ക് ചെയ്യും. ദെൻ സ്റ്റേഷൻ പോയിൻറ്റ് ഗ്രൗണ്ട് പ്ലെയിനിൽ നിന്ന് എത്ര ഹൈറ്റിലാണെന്നും പിക്ചർ പ്ലെയിനിൽ നിന്ന് എത്ര മുമ്പിലേക്കാണെന്നും നമ്മൾ മാർക്ക് ചെയ്യും. സോളിഡ് ഇരിക്കുന്നത് പിക്ചർ പ്ലെയിനിൻ്റെ പുറകിലാണെങ്കിൽ ഓബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് പുറകിലാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ഫ്രം പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ ഇങ്ങനെയാകാം. Draw the perspective view of a square pyramid having edge of base 30 mm and axis length 50 mm is resting on its base on the ground plane. The station point is 70 mm above the ground plane and 80 mm in front of the picture plane and is contained by a central plane which lies 50 mm to the right of the axis of the pyramid or right of the center of the pyramid. So perspective പ്രൊജക്ഷനും പെർസ്പെക്റ്റീവ് വ്യൂ അങ്ങനെ ഒരു സ്പെഷ്യൽ ഡിസ്റ്റിങ്ഷൻ ഐസോമെട്രിക് വ്യൂ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ പറയുന്നത് പോലെ ഇല്ല. ആൻഡ് ബോത്ത് റെപ്രസെൻറ്റ് വൺ ആൻഡ് ദ സെയിം, perspective projection and perspective view of the solid. We will draw the perspective view of this square pyramid next.